സ്വന്തം കടയ്ക്ക് ഷിരൂർ ദുരന്തത്തിൽ മരിച്ച അർജുന്റെ പേര് നൽകി മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തിയെ പരിചയപ്പെടാമിനി. കൊല്ലം പള്ളിമുക്ക് സ്വദേശി ബദറുദ്ദീനാണ് കടയ്ക്ക് അർജുനൻ സ്റ്റോഴ്സ് എന്ന പേര് നൽകിയത്. മനാഫിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ബോർഡിൽ. അർജുനൻ എന്ന പേര് മാറ്റി അർജുൻ എന്നാക്കുമെന്ന് ബദർ അറിയിച്ചു. നമ്മൾ ഈ പള്ളിമുക്കിൽ അപ്പോൾ സൽപ്രവൃത്തി ചെയ്യുന്നവരോ അല്ലെങ്കിൽ സന്മനസ്സുള്ളവരെയൊക്കെ നമ്മൾ തീർച്ചയായും കൈരളി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എല്ലാ ബ്യൂറോകളും എത്തിക്കുന്നുണ്ട്, റിപ്പോർട്ടർമാരൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനും അങ്ങനെ ഒരു കൃത്യത്തിന് ഇപ്പോൾ വേണ്ട ആ പള്ളിമുക്ക് ജംഗ്ഷനിലെ ആ കടയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസിൻ്റെ പുറകിൽ നമ്മുടെ ബദറിക്കയുടെ കടയിലാണ് അദ്ദേഹം ഇങ്ങനെ ഒന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, അർജുനൻ സ്റ്റോഴ്സ്. ശരിക്കും നമ്മുടെ ഈ ദുരന്തത്തിൽ മരിച്ച ആ അർജുൻ്റെ പേരിൽ, പക്ഷേ അത് മലയാളീകരിച്ച് അർജുനൻ എന്ന് പേരിട്ടാണ് വെച്ചത്. അതിൽ മനാഫിൻ്റെ ആ പേരും കൊടുത്തിട്ടുണ്ട്, രണ്ടുപേരുടെ ചിത്രവുമുണ്ട്. അതിർക്ക, നിങ്ങൾ എന്തുകൊണ്ടാണ് അർജുൻ്റെ പേരും മനാഫിൻ്റെ പേരും കൊടുത്ത് കടയ്ക്ക് തന്നെ അർജുനൻ സ്റ്റോഴ്സ് എന്നൊരു പേരിട്ടത് എന്തുകൊണ്ടാണ്? എൻ്റെ മനസാക്ഷിയെ ഏറ്റവും കൂടുതൽ പിടിച്ചുലച്ച ഒരു സംഭവമാണ് അർജുനൻ സംഭവം. അത് എന്നെ മാനസികമായി വളരെ വേദനിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തെ കണ്ടുപിടിക്കണം, എവിടെയാണെങ്കിലും ഏത് മറയത്തിരിക്കുന്നെങ്കിലും ഏത് കാണാമറയത്താണെങ്കിലും കണ്ടുകിട്ടണം എന്ന മനാഫിൻ്റെ ആ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിച്ച് പള്ളിമുക്ക് ജംഗ്ഷനിൽ ഞാൻ ഫ്ലെക്സ് വെച്ചു. ഭരണാധികാരികളത് പ്രത്യേകം ശ്രദ്ധിക്കണം, കർണാടക ഗവൺമെൻറ് കൂടുതൽ താല്പര്യം കാണിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ഫ്ലെക്സ് വെച്ചു. ഏതായാലും അർജുനനെ കിട്ടി, ജീവൻ ഇല്ലാതെയാണ് കിട്ടിയതെന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. എങ്കിലും ആ 72-ാം ദിവസം അർജുനൻ്റെ മൃതശരീരം നമ്മുടെ നാട്ടിലെത്തി സംസ്കരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു തോന്നലാണ്, അർജുനന് വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? അപ്പോൾ അർജുനന് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. വയനാട്ടിൽ നമ്മൾ കച്ചവടക്കാരൊക്കെ വലിയ എമൗണ്ടൊക്കെ പിരിച്ചയച്ചു. പക്ഷേ അർജുനന് വേണ്ടി എന്താ ചെയ്യുക എന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലുദിച്ച ഒരു ആശയമാണ്, ഒരു കട കാലിയായി കിടപ്പുണ്ട്, അതിന് അർജുനൻ്റെ പേരിട്ട് എൻ്റെ സഹോദരൻ, എൻ്റെ അനുജനെന്ന് ആണ് ഞാൻ ഫ്ലെക്സ് വെച്ചത്. അപ്പോൾ എൻ്റെ അനുജൻ്റെ പേരിൽ ഒരു കട അദ്ദേഹത്തിൻ്റെ പേരിൽ തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഇന്നലെ തന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടി സെറ്റ് ചെയ്ത കടയാണ്. അപ്പം അർജുനൻ എൻ്റെ മനസ്സിൽ അത്രത്തോളം ആഴത്തിൽ വേദനയുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ അർജുനന് വേണ്ടി മനാഫും അതുപോലെ തന്നെ ബുദ്ധിമുട്ടി. നിയമപരമായിട്ടാണോ ഈ പേരിടുന്നത്? അല്ല, നിയമപരമായിട്ടൊന്നും എനിക്ക് നിയമത്തെപ്പറ്റി ഒന്നും ഞാൻ പഠിച്ചിട്ടല്ല ചെയ്യുന്നത്. കാര്യം എൻ്റെ ഉള്ളിലുള്ള ആ ദുഃഖം, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് ചെയ്യാൻ പറ്റുന്നത് ആദരം അദ്ദേഹത്തോട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇതേ ഉള്ളൂ. അപ്പം അതിന് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അത് സഹിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ള രീതിയിലാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ബുദ്ധിമുട്ടൊന്നും വരില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഞാൻ വേറെ അതൊരു ചൂഷണമോ അല്ലെങ്കിൽ മറ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാനിവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. CH സെൻ്ററിന് വേണ്ടിയൊക്കെ ഞാൻ പ്രവർത്തിക്കുന്ന ആളാണ്. പൊതിച്ചോറ് നൽകാൻ സുമനസ് കാട്ടിയ ഒരു DYFI പ്രവർത്തകൻ കൂടിയായിരുന്നു നമ്മളെ വിട്ടുപിരിഞ്ഞ അർജുൻ. ആ അർജുനെയാണ് നെഞ്ചേറ്റി നമ്മുടെ പ്രിയപ്പെട്ട ബദറിക്ക, ലീഗ് നേതാവ് കൂടിയാണ്, ഇങ്ങനെ ഒരു ബോർഡ് സ്ഥാപിച്ചത്. പള്ളിമുക്കിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.